എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇതുപോലൊരു ചിക്കൻ കറി ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിന് എന്നാക്കിയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. 2 സവാള അരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇച്ചിരി മല്ലിയില, ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞത്. ഇനി ചിക്കൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാലയും ഉപ്പും ഇട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി എടുക്കുക. എന്നിട്ടൊരു പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് തീ കത്തിച്ചിട്ട് ഈ ചിക്കൻ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഓരോ ചിക്കൻ നമുക്ക് അതിനകത്തോട്ട് ഓരോന്ന് വെച്ച് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇതുപോലെ എല്ലാം നമുക്ക് എണ്ണയ്ക്കകത്തോട്ട് നട്ട് കൊടുക്കാം. കുറേശ്ശെ നമുക്ക് വറുത്തെടുക്കാം. 2 സെറ്റായിട്ട് നമുക്ക് വറുത്തെടുക്കാം. മറിച്ചിടാം. നമുക്ക് അടിവശം മൂത്തിട്ടുണ്ട്, ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒത്തിരി അങ്ങ് മൂപ്പിക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇപ്പം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് 2 സൈഡും മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഒത്തിരി അങ്ങ് മുരിഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് വറുത്തെടുത്താൽ മതി. നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എല്ലാം ഇത് കോരിയിട്ട് നമുക്ക് ബാക്കിയും കൂടെ വറക്കാനുള്ളതും കൂടെ നമുക്ക് ഇട്ട് വറുത്തെടുക്കാം. നമ്മളിട്ടത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് കോരിയെടുക്കാം. കോരിയെടുത്തിട്ട് നമുക്ക് ഈ എണ്ണയിൽ തന്നെ ബാക്കി കറി വെക്കാം. ആ എണ്ണയ്ക്കകത്തോട്ട് ഇച്ചിരി കടുകിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. സവാള, തക്കാളി ഇട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതൊന്ന് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഫുള്ളും ഒന്ന് അതൊരു കരിയാപ്പല, ഒരു കരിയാപ്പല ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കാം. നമുക്ക് ഇതൊന്ന് വാടിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കാം. തുള്ളി പെരുംജീരകം ഇട്ട് ഇനി നമുക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ആ പൊടിയുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്.
നല്ലതായിട്ട് പൊടിയെല്ലാം അതെല്ലാം പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി ഉണ്ടാക്കാനുള്ള സാധനമാണ്, എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി തുള്ളി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചാറിന് ആവശ്യമുള്ള വെള്ളം നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ ഒഴിക്കാം, ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഇത് ഇച്ചിരി കുറവാണ് വെള്ളം, നമുക്ക് തുള്ളിയും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. തുള്ളിയും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്ത് നമ്മൾ തുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ആ ഗ്രേവി ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം. തുള്ളി പച്ച വെളിച്ചെണ്ണ ഒന്ന് തൂക്കി കൊടുക്കാം, ഒരു ടേസ്റ്റിന് വേണ്ടി. എന്നിട്ടൊന്ന് ഇളക്കാം. നമുക്ക് നമ്മുടെ ഗ്രേവി ആയിട്ടോട്ട് തുള്ളി ടൊമാറ്റോ സോസും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന ചിക്കനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി, ചിക്കൻ പൊടിഞ്ഞു പോകാത്ത രീതിയിലൊന്ന് ഇളക്കി നല്ലതായിട്ട് ഇളക്കി എടുത്തിട്ട് ആ ചിക്കനിലോട്ട് ആ ഗ്രേവിയൊക്കെ നമുക്കൊന്ന് പറ്റിച്ചെടുക്കാം. ചിക്കൻ പൊടിഞ്ഞു പോകാതെ വേണം, വറുത്തതായതുകൊണ്ട് പൊടിഞ്ഞു പോകത്തില്ല. ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ആ ചാറൊക്കെ ഒന്ന് പറ്റിച്ച് ഒരു കുറുകി എടുത്തിട്ടുണ്ട്. തീയൊക്കെ ഓഫ് ചെയ്ത് അപ്പം നമുക്ക് വേറെ പാത്രത്തിലേക്കൊന്ന് മാറ്റി. അപ്പോൾ ഈ ചിക്കൻ കറി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ അഭിപ്രായം എല്ലാവരും പറയേണ്ടതാണ്. നമുക്കിത് റൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാം. നമ്മൾ കുറച്ച് റൈസ് എടുത്തിട്ടുണ്ട്, അച്ചാറും പപ്പടവും സലാഡും ഒക്കെ എടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക.